ഇന്നസെന്റ് ഏട്ടനായിട്ടുള്ള സംഭവം. ഇന്നസെന്റ് ഏട്ടൻ ഞാനും കൂടെ ഒരു സീന് മറ്റേ എന്താണ് പവിത്രം എന്ന് പറഞ്ഞ സിനിമയിൽ കള്ളു കുടിക്കുന്ന സീൻ കള്ളു കുടിക്കുന്ന സീൻ. അപ്പൊ അതില് ശരിക്കും സ്ക്രിപ്റ്റേ ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. സ്ക്രിപ്റ്റില്ല, അവിടെ പോയി ഇരിക്കുക, പരിപാടി പറയാം, അത്രേ ഉള്ളൂ. ഈ ചന്ദ്രത്തിനെ വളർത്താൻ അതൊക്കെ അവിടെ വെച്ചിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും അത് പെട്ടെന്ന് പോയിട്ട് എടുത്ത് പെട്ടെന്ന് വന്ന സാധനമാണിത്. അല്ല അപ്പൊ കരയാനൊക്കെ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? ഒരു പോയിന്റ് കഴിഞ്ഞാൽ കരയണം എന്നൊക്കെ കുറ്റബോധം കൊണ്ട് അതില്ല എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. അടിപൊളി. അതൊരു ആ സമയത്തുണ്ടായ ഒരു പരിപാടിയാണത്. മൊത്തത്തിൽ ഡയലോഗുകളൊക്കെ തന്നെ ഇന്നസെന്റ് ആയിട്ട് പറയുന്നതും അതിനുള്ള എനിക്കിപ്പോ പോണം എനിക്കിപ്പോ പോണം എന്നൊക്കെ പറയുന്നില്ല. ഞാനിപ്പോ എന്താ അടച്ചെന്ന് പറയാ. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. കാരണം പിന്നെ ഇന്നസെന്റ് ആയിട്ടുള്ളതുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് പോയിക്കൊള്ളും നമുക്ക് അറിയാം. അന്ന് എത്ര വയസ്സുണ്ടപ്പോ? 18 അല്ലല്ല, മണിച്ചിത്രത്താഴ് കഴിഞ്ഞിട്ടാ. അപ്പൊ 21 ആ സമയത്താ. 21 ആയിരിക്കും, ആ സമയത്തായിരിക്കും മണിച്ചിത്രത്താഴ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നതിന് ഇങ്ങനെ കൗണ്ടർ അടിക്കണമെന്നൊക്കെ അപ്പൊ തോന്നി ചെയ്യുന്നതാ? അങ്ങനെ ഒരുപാട് കൗണ്ടർ ഞാൻ അടിച്ചിട്ടില്ല. റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ പോണം ഇപ്പൊ പോണം എന്നൊക്കെ പറയുന്ന കാര്യം, അമ്മയെ കാണണം എന്ന് പറയുന്നത്, അത്രയും പരിപാടികളൊക്കെ അല്ലേ ഉള്ളൂ. അത് എന്താണെങ്കിലും പിന്നെ സ്ക്രിപ്റ്റ് ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, സീനായിട്ട് ഉണ്ടായിരുന്നില്ല. അത് അവിടെ വെച്ചിട്ടുള്ള ഇപ്പൊ ഇന്നസെന്റ് പറഞ്ഞതെന്നാണോ ആര് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ നിന്നാണ് ഇത് ഡെവലപ്പ് ആയത്. ഈ ടി വി ടെലികാസ്റ്റുകളിലെ ഏറ്റവും അധികം ഓടിയിട്ടുള്ള ഒരു കോമഡി സീൻസ് മാത്രമായിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. അതിൽ ഏറ്റവും അധികം ഓടിയിട്ടുള്ള ഒരു സീനാണിത്. കംപ്ലീറ്റ്ലി അൺസ്ക്രിപ്റ്റഡ് ആയിരുന്നു അല്ലേ? സിറ്റുവേഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ.